ബാക്കി എല്ലാം 48, 46, 47 ആ റേഞ്ചിൽ മാർക്ക് തന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നും ആക്ച്വൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാർക്കിന് 10 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാ കമ്പോണൻസും അതിനകത്ത് വേണം. സർക്യൂട്ട് ഡയറത്തിന്റെ എക്സ്പ്ലനേഷൻ, ആ ഡീറ്റെയിൽസ് എല്ലാം വേണം. എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടുള്ളൂ. അപ്പൊ അത് ഇനി തൊട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. Okay, so we were discussing about multi-stage amplifiers. Multi-stage amplifier നമ്മൾ ഡയറക്ട് കപ്ലിംഗ് കഴിഞ്ഞു, RC കപ്ലിംഗ് കഴിഞ്ഞു, ട്രാൻസ്ഫോമർ കപ്ലിംഗിന്റെ സർക്യൂട്ട് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചു. ഓക്കെ, ഇനി സി transformer coupling, what are the main drawbacks? What are the main drawbacks? We require step up transformer, as well as step down transformers. ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും അവൈലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കോമ്പിനേഷനും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ see, when you introduce transformers into your circuit, what happens? The system will become bulky. അത് മാത്രമല്ല, you have to design the transformer properly and you have to place the transformer properly in the circuit. So what happens? The cost of the circuit, cost of the circuit goes high. അതുപോലെ തന്നെ cost of the circuit will be going high. Then bulkiness അല്ലെങ്കിൽ space, cost, ഈ parameters എല്ലാം will be going high. So that is one of the main drawback of this transformer coupling. നിങ്ങൾ ഇതിപ്പോൾ 2 സ്റ്റേജിന്റെ കേസാണ് പറഞ്ഞത്. നമുക്കൊരു 3 സ്റ്റേജോ 4 സ്റ്റേജോ ഉള്ള കേസ് ആണെങ്കിൽ what will be the stage? You require 3 or 4 extra transformers, pulse transformers, in order to complete the circuit. So the system, what will be the condition of the system? System will be more bulkier and the cost of the system will be going high due to the presence of this transformers. Okay, that is one of the main drawback. Okay, അപ്പോൾ transformer coupling എന്ന് പറഞ്ഞാൽ output of one stage will be coupled to the input of the next stage by using pulse transformers. Pulse transformer use ചെയ്തിട്ടായിരിക്കും നമ്മൾ couple ചെയ്യുക. Okay, then next, see ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Compare different coupling methods of multi-stage amplifiers. അതായത് you have to compare direct coupling, you have to compare RC coupling and you have to compare transformer coupling. Okay, അപ്പോൾ first aspect let us take size and weight. ഏറ്റവും കൂടുതൽ ബൾക്കിനെസ് വരുന്നത് ഈ മൂന്നിൽ ഏതായിരിക്കും? ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആയിരിക്കും. Why? Because pulse transformers are used here. അല്ലേ? So what happens when you use the pulse transformers in different stages? What happens? Size, അതിന്റെ bulkiness will be higher for transformer coupling. അപ്പോൾ 3 കണ്ടീഷനിൽ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ കപ്ലിംഗ് or transformer coupled multi-stage amplifiers will be having highest size. Okay, ഇനി ഏറ്റവും സ്മോളസ്റ്റ് സൈസ് കാണിക്കുന്നത് ഏതായിരിക്കും? This one, direct coupling. Why? Because coupling capacitors ഈ കേസിൽ ഇല്ല. പക്ഷേ when you compare an n stage, almost direct coupling in the കേസിലും RC coupling in the കേസിലും size will be almost same. Okay, next aspect, let us take cost. നമുക്കറിയാം ട്രാൻസ്ഫോമർ കപ്പിൾ ആംപ്ലിഫയറിന്റെ കേസിൽ യു ആർ യൂസിങ് പൾസ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ബാക്കിയുള്ള കേസിലെല്ലാം ജസ്റ്റ് റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ട്രാൻസ്ഫോമർ കപ്ലിംഗിന്റെ കേസിൽ ദിസ് വിൽ ബി ദ കപ്ലിംഗ് മെത്തേഡ് ഇൻ വിച്ച് കോസ്റ്റ് ഇൻവോൾവ്സ് ഗ്രേറ്റർ കമ്പയർഡ് ടു ദ അതർ ടു. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ കപ്ലിംഗിലാണ് ഹയസ്റ്റ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, നൗ ഫ്രീക്വൻസി റെസ്പോൺസ്. ഈ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് അടുത്ത, അതായത് ഇതിന്റെ തൊട്ട് താഴത്തെ സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഓക്കെ, ഒരു ഏറ്റവും എക്സലന്റ് ആയിട്ടും ബെസ്റ്റ് ആയിട്ടും ഫ്രീക്വൻസി റെസ്പോൺസ് തരുന്ന മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വിൽ ബി
ആർ സി കപ്ലിംഗ്. നിങ്ങൾ ആർ സി കപ്ലിങ്ങിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ച ആൾക്കാരാണ് ലാബിൽ. നമുക്കറിയാം ലോ ഫ്രീക്വൻസി റെസ്പോൺസ്, മിഡ് ഫ്രീക്വൻസി റെസ്പോൺസ്, ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്, മൂന്നിലും ആർ സി കപ്ലിംഗ് ഈസ് ഓപ്പറേറ്റിംഗ് സംവാട്ട് ബെറ്റർ കമ്പയർഡ് ടു ദ അതർ. ഓക്കെ, അപ്പോൾ മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ യു ക്യാൻ സീ ദാറ്റ് ദ ഗെയിൻ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ആർ സി കപ്ലിംഗ് പ്രൊവൈഡ്സ് ദ excellent frequency response out of direct coupling and transformer coupling. Okay, okay. Then compared to transformer coupling, you can tell that direct coupling also provides a better coupling frequency response. അതായത് ഈ ട്രാൻസ്ഫോമർ കപ്ലിംഗ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കപ്ലിംഗ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടും. ഓക്കെ, ഇത് ഹയർ ഫ്രീക്വൻസി റേഞ്ചിലെ നല്ല റെസ്പോൺസ് തരുള്ളൂ. ഇനി ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെങ്കിലോ, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെങ്കിൽ ഈവൻ ദോ യു ആർ യൂസിങ് പൾസ് ട്രാൻസ്ഫോമേഴ്സ് in the input side, output side and intermediate stage, you can see that the frequency response is very poor. കണ്ടോ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് പൂർ ആണെങ്കിൽ അതിന്റെ ഗെയിൻ പാരാമീറ്റർ ഫ്രീക്വൻസി ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ദിസ് ഈസ് നോട്ട് ചൂസ്ഡ് when compared to the other tools. Okay, but one of the main advantage of transformer coupling when compared with other two is that this transformer coupling will provide an excellent impedance matching. Excellent ആയിട്ടുള്ള impedance matching we'll be getting an excellent impedance matching when you are using transformer coupling. കാരണം എന്താ? കാരണം we are using transformers, like അപ്പോൾ final impedance matching means what? See, output of this, okay, ഇതിലേക്ക് മാക്സിമം പവർ സെക്കൻഡറി സൈഡിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇംപിഡൻസ് ഓഫ് ദ ഫസ്റ്റ് യൂണിറ്റ് ഷുഡ് ബി മാച്ചിങ് വിത്ത് അതർ. ശരിയല്ലേ? പക്ഷേ ട്രാൻസ്ഫോമർ കപ്ലിംഗ് വാട്ട് വി ആർ യൂസിങ് ട്രാൻസ്ഫോമേഴ്സ്. ദാറ്റ് മീൻസ് വാട്ട്? യു ക്യാൻ അഡ്ജസ്റ്റ് ദ resistance parameter or impedance parameter by adjusting the number of turns. കണ്ടോ, number of turns നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് യു ക്യാൻ മേക്ക് ദ ഔട്ട്പുട്ട് ഇംപിഡൻസ് മാച്ചിങ് വിത്ത് ദ ലോഡ് പാർട്ട്. കണ്ടോ, പ്രോപ്പർ ആയിട്ട് ഇതിന്റെ N1 ഉം N2 ഉം സപ്പോസ് ദേ ആർ ദ turns of primary and secondary side. By properly adjusting the number of turns, you can properly match the impedance with the load. That is one of the main advantage about transformer coupling, direct coupling, direct RC coupling. മൂന്ന് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പൾസ് ട്രാൻസ്ഫോമറിന്റെ നമ്പർ ഓഫ് ടേൺസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി ഓർ യു ക്യാൻ വെരി വെൽ കൺട്രോൾ ദ ഇംപിഡൻസ് പാരാമീറ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് another advantage, അല്ലെങ്കിൽ that is one of the main advantage of transformer coupling. See, അപ്പോൾ impedance matching, transformer coupling provides an excellent impedance matching. Okay, excellent impedance matching compared to all the other two. Okay, now എവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ കപ്ലിംഗ് വിൽ ബി എംപ്ലോയിങ് മെയിൻലി ഫോർ പവർ ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. പവർ ആംപ്ലിഫയർ മീൻസ് വാട്ട്? പവറിന്റെ ഇക്വേഷൻ എന്താ? P is equal to V into I. നമ്മുടെ സാധാരണ കോമൺ എമിറ്റർ ആംപ്ലിഫയർ അല്ലെങ്കിൽ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട്, ഇവിടെ എല്ലാം നമുക്ക് വോൾട്ടേജ് മാത്രമേ ആംപ്ലിഫൈ ചെയ്ത് കിട്ടൂ. ഓക്കെ ആണല്ലോ? സോ ഇൻ ഓർഡർ ടു ആംപ്ലിഫൈ ദ പവർ എന്തിനു വേണ്ടി ആംപ്ലിഫൈ ചെയ്യുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ആർ കണക്ടിങ് ഇറ്റ് ടു ദ ലോഡ്. So load will be having some power specification. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ പവർ സ്പെസിഫിക്കേഷനും ഫൈനൽ ലോഡിന്റെ പവർ സ്പെസിഫിക്കേഷനും തമ്മിൽ മാച്ച് ചെയ്യണം. സോ വിൽ ബി യൂസിങ് പവർ ആംപ്ലിഫിക്കേഷൻ. ഇത് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത സ്റ്റേജിൽ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ പവർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ കപ്ലിംഗ് വി ആർ മെയിൻലി യൂസിങ് ഫോർ പവർ ആംപ്ലിഫിക്കേഷൻ. Okay, then RC coupling mainly we are using for voltage amplification. നമ്മൾ പഠിച്ച കാര്യമാണ്. 2 സ്റ്റേജോ അല്ലെങ്കിൽ 3 സ്റ്റേജോ അല്ലെങ്കിൽ 4 സ്റ്റേജിലൊക്കെ വോൾട്ടേജ് എന്ന പാരാമീറ്റർ ആണ് മെയിൻ ആയിട്ട് ആംപ്ലിഫൈ ചെയ്ത് വരുന്നത്. അവിടെ
current in the parameter, it is not taken into account. Okay, but in case of power amplification, we are taking voltage amplification as well as power amplification. Okay, then ഈ ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന കപ്ലിംഗ് മെത്തേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നലിന്റെ കേസ് മാത്രമാണ്. ഓക്കെ, ലോ ഫ്രീക്വൻസി സിഗ്നൽസിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഡയറക്റ്റ് കപ്ലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടാബ്ലർ കോളം പഠിച്ചിരിക്കണം. അതിനകത്ത് ഇത്രയും പാരാമീറ്റേഴ്സ് സൈസ് ആൻഡ് വെയിറ്റ്, കോസ്റ്റ്, ഫ്രീക്വൻസി, ഇംപിഡൻസ് മാച്ചിങ് ആസ് വെൽ ആസ് യൂസ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണം. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ടോപ്പിക് പവർ ആംപ്ലിഫയർ ആണ്. അതവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഈ ഒരു ചാപ്റ്റർ, അത് നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സിന്റെ നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള ഒരു ചാപ്റ്ററാണ്. ഞാനത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, വേണ്ട കാര്യങ്ങൾ മാത്രം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഈ ഒരു ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ക്ലാസ് കഴിയുമ്പോൾ ഷെയർ ചെയ്യാം. ഞാനിത് എന്തിനാണ് എടുത്തതെന്ന് പറഞ്ഞാൽ, യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ എക്സ്പ്ലെയിൻ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ആസ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ എന്തൊക്കെ കണ്ടന്റുകൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു PDF വെച്ച് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉള്ള യൂണിറ്റിനെ ഐ എം റെപ്രസെന്റിങ് ഇറ്റ് ആസ് ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയർ. ശരിയല്ലേ? ഇതാ ഈ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യും. അതിന്റെ ഔട്ട്പുട്ട് ഐ എം ഫീഡിങ് ഇറ്റ് ടു ദ second stage. Okay, the process of connecting output of one stage with the input of the other is known as coupling. Okay, now based on this coupling, you are classifying it as direct coupling, RC coupling, transformer coupling. Okay ആണല്ലോ? Okay, yes. അപ്പോൾ ഇതാണ് ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഒരു 2 സ്റ്റേജ് ആണ്. 3 സ്റ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമതൊരു സ്റ്റേജിന് വരയ്ക്കാം. N സ്റ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സെട്ര ഇട്ടിട്ട് ലാസ്റ്റ് സ്റ്റേജ് N സ്റ്റേജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നൗ സി, suppose the gain of the first stage I am representing it as A1, gain of the second stage I am representing it as gain 2, A2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് A ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു A1 മൾട്ടിപ്ലൈഡ് ബൈ A2. ഓക്കെ ആണല്ലോ? A1 മൾട്ടിപ്ലൈഡ് ബൈ A2. ഓക്കെ, പക്ഷേ നമ്മൾ സാധാരണ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെസിബലിലാണ്. നിങ്ങൾ RC കപ്പിൾ ആംപ്ലിഫയർ ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 20 log V0 ബൈ V എടുത്താണ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ലോഗരിതമായിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? അഡീഷൻ ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ 20 log, ഓക്കെ, 20 log ഇതിന്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് പ്ലസ് 20 log ഇതിന്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഫാക്ടർ ലോഗരിതമിക് സ്കെയിലിലേക്ക് എടുക്കുമ്പോൾ അത് എന്തായി മാറും? അഡീഷൻ ആയിട്ട് മാറും. നമുക്കറിയാം ലോഗ് A മൾട്ടിപ്ലൈഡ് ബൈ B എന്ന് പറഞ്ഞാൽ log A പ്ലസ് log B ആണ്. ശരിയല്ലേ? സെയിം മെത്തേഡ് ഇവിടെ തന്നെ 20 log A1 പ്ലസ് 20 log A2. ഇത് ബേസിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യും, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ സപ്പോസ് A1 ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഗെയിൻ, A2 ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഗെയിൻ, ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു A1 മൾട്ടിപ്ലൈഡ് ബൈ A2. ക്ലിയർ? ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ പറഞ്ഞത്? 3 കേസ് നമ്മൾ പറഞ്ഞു മൾട്ടി സ്റ്റേജിന്റെ: ഡയറക്റ്റ് കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആൻഡ് RC കപ്ലിംഗ്. 3 കേസ്. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ക്ലിയർ ആണെന്ന് നോക്കുക കേട്ടോ. പ്രൊസീഡ് ചെയ്യാം. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, നൗ സീ. അപ്പോൾ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ ഡോക്യുമെന്റ് അതുപോലെ പഠിച്ചാൽ മതി. നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിച്ചാൽ മതി. ഈ ഡോക്യുമെന്റിൽ ഉള്ള കാര്യങ്ങൾ അതുപോലെ പഠിച്ചാൽ മതി ഫോർ യുവർ എക്സാം. ഓക്കെ, സി, RC കപ്പിൾഡ് ആംപ്ലിഫയർ 2 സ്റ്റേജ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, 2 സ്റ്റേജ്. ഇത് ഞാൻ രണ്ടാമത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ഈ കാര്യം ലാബിൽ ചെയ്തതാണ്. ലാബിൽ ചെയ്തതിന് ശേഷം
നിങ്ങൾ ഗ്രാഫ് പേപ്പർ വാല്യൂസ് ഞാൻ തന്നിട്ട് നിങ്ങളിത് വരച്ച ആൾക്കാരാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് ഇനി പറയേണ്ട കാര്യമുണ്ടോ? ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക്? ഓക്കെ, സെയിം എക്സ്പെരിമെന്റ് തന്നെ നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സി ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ 2 സ്റ്റേജ്. ഇതാ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ആർ സി കപ്പിൾഡ് ആണ്. ഓക്കെ, 3 ടൈപ്പ് കപ്ലിംഗ്: ആർ സി കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ഡയറക്ട് കപ്ലിംഗ്. ആർ സി കപ്ലിംഗ് ആവുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ഓക്കെ ഈസ് coupled to the input of the next stage through resistor and capacitor combination, that is RC. ഇത് 2 സ്റ്റേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 സ്റ്റേജ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ഒരു സ്റ്റേജ് കൂടെ ആഡ് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് വീണ്ടും അടുത്തതിന്റെ ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്യണം. ഓക്കെ, നൗ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? നിങ്ങൾ നോക്കുക, ആർ സി കപ്പിളിന്റെ കേസിൽ നമ്മളൊരു അഡ്വാൻറ്റേജ് പഠിച്ചു, ഫ്രീക്വൻസി റെസ്പോൺസ്. എന്താ നമ്മൾ അഡ്വാൻറ്റേജ് പഠിച്ചത്? ഇതാണ് അഡ്വാൻറ്റേജ് പഠിച്ചത്. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ എക്സലന്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ദേ ആർ ഓഫറിംഗ്. ആർ സി കപ്ലിംഗ് പ്രൊവൈഡ്സ് എക്സലന്റ് ഫ്രീക്വൻസി റെസ്പോൺസ്. നോക്കുക, സി ഇറ്റ് വിൽ പ്രൊവൈഡ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയില്ല, ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഒരു ബെറ്റർ ഗെയിൻ നമുക്ക് കിട്ടും. മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ഗെയിൻ തരും. അതുപോലെ തന്നെ ഹയർ ഫ്രീക്വൻസി റേഞ്ചിലും കുറച്ചൊരു ബെറ്റർ പെർഫോമൻസ് വെൻ കമ്പയർഡ് ടു ദ അതർ ടു വിൽ ബി ഗെറ്റിംഗ്. ദാറ്റ് ഇസ് വൈ ഔട്ട് ഓഫ് ദ 3 ഓക്കെ ഔട്ട് ഓഫ് 3 ദേ ആർ ബെസ്റ്റ്. അല്ലെങ്കിൽ ആർ സി കപ്ലിംഗ് ഫ്രീക്വൻസി ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ പ്രൊവൈഡ്സ് ബെറ്റർ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, നിങ്ങൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത സമയത്ത് മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗെയിൻ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഈസ് ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് ഡ്യൂറിങ് വിച്ച് റേഞ്ച്? ഈ റേഞ്ച്, മിഡ് ഫ്രീക്വൻസി റേഞ്ച്, അത് അപ്രോക്സിമേറ്റ്ലി മിഡ് ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, സോ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ പ്രൊവൈഡ്സ് ബെറ്റർ ഫ്രീക്വൻസി റെസ്പോൺസ് അണ്ടർ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്. എത്ര ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്? ഒരു 100 മുതൽ 20 കിലോ ഹെർട്സ് വരെ. ശരിക്കും 20 to 20 കിലോ ഹെർട്സ് ആണ് ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്. പക്ഷെ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 100 ഹെർട്സ് മുതൽ 200 കിലോ ഹെർട്സ് വരെ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ബെസ്റ്റ് ആയിട്ട് പെർഫോമൻസ് കിട്ടും. ഓക്കെ, നൗ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിൾ ആണ്, ചീപ്പാണ്, ഫ്രീക്വൻസി റേഞ്ച് കൂടുതലുണ്ട്, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ നോയ്സ് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്, ഇംപിഡൻസ് മാച്ചിങ് കുറവാണ്. ഇനി ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളെ കാണിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഇത് തരാമെന്ന് പറയുന്നതിന്റെ റീസൺ, നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും മിക്കവാറും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കിട്ടുന്നത് എക്സാമിന്. ഓക്കെ, സോ എക്സാമിന് കിട്ടിക്കഴിയുമ്പോൾ all these components should be there in your answer sheets. അതായത് സർക്യൂട്ട് ഡയഗ്രം ഷുഡ് ബി there, സർക്യൂട്ട് ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവണം, ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടാവണം, അഡ്വാൻറ്റേജ് ഉണ്ടാവണം, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവണം. ഓക്കെ, 10 മാർക്സിന്റെ എസ്എ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സീരീസിന്റെ ആൻസർ ഷീറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ആൻസർ എഴുതാൻ പലർക്കും അറിയില്ല. അതായത് റിക്വയർഡ് മാർക്കിനുള്ള ആൻസർ എഴുതാൻ പലർക്കും അറിയത്തില്ല. എസ്എ ക്വസ്റ്റ്യൻ എസ്പെഷ്യലി 5 മാർക്സും 3 മാർക്സും ഒക്കെ പിന്നെയും പോട്ടേന്ന് വെക്കാം. പക്ഷേ എസ്എ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പലരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് വിട്ടുപോയിക്കാണ്. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്താണെന്ന് എഴുതി സർക്യൂട്ടും വരച്ച് വെച്ചിട്ട് പോലും അല്ല ചെയ്യേണ്ടത്. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 10 ഒരു എസ്എ ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ യു ഷുഡ് ആഡ് ഓൾ ദീസ് കമ്പോണൻസ്. സർക്യൂട്ട് ഡയഗ്രം ഉണ്ടെങ്കിൽ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കണം, പ്രോപ്പർ ആയിട്ട് അത് മാർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണം, ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് പ്ലോട്ട് ചെയ്യണം, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഇത്രയും കാര്യങ്ങൾ എസ്എ ക്വസ്റ്റ്യനുകളിൽ ഉണ്ടാവണം. ഓക്കെ, ദെൻ ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഓക്കെ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, ഇതാണ് ട്രാൻസ്ഫോമർ കപ്പിൾഡ്, നമ്മൾ പഠിച്ചു. അപ്പൊ ട്രാൻസ്ഫോമർ കപ്പിളിന്റെ കേസിലും ഇതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അഡ്വാൻറ്റേജ് നമ്മളിപ്പോൾ കണ്ടു, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ നോക്കാത്തൊരു കാര്യമാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഈ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൽ നമ്മൾ പറഞ്ഞു
we are using pulse transformers. Okay, now one of the main drawback of this pulse transformer is that they will provide ഒരു humming sound produce ചെയ്യും high frequency operation വരുമ്പോൾ. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ട്രാൻസ്ഫോമർ കപ്ലിങ്ങിന്റെ കേസിൽ. they will provide ഒരു ഹമ്മിങ് സൗണ്ട്. നിങ്ങൾക്കറിയാം ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസിലൊക്കെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടാവും. ഓക്കെ, ആ സൗണ്ട് നമ്പർ ഓഫ് ട്രാൻസ്ഫോമേഴ്സിന്റെ എണ്ണം കൂടുന്തോറും ആ ഹമ്മിങ് സൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ട്രാൻസ്ഫോമർ കപ്പിൾഡ്. അതായത് സ്റ്റേജ് കൂടുന്തോറും പൾസ് ട്രാൻസ്ഫോമറിന്റെ എണ്ണം കൂടും, ഹമ്മിങ് സൗണ്ട് കൂടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നൗ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. നിങ്ങളോട് നോക്കുക, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ഒരു ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഓൾമോസ്റ്റ് ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഇറ്റ് ഈസ് സെയിം ആസ് ആർ സി കപ്പിൾഡ്. മിഡ് ഫ്രീക്വൻസി റേഞ്ചിലും ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് സിമിലർ ടു ദ ആർ സി കപ്പിൾഡ്. ബട്ട് what happens at higher frequency? ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഈ വൈൻഡിങ്സിന് അക്രോസ് ഒരു ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഇതിലുള്ള കപ്പാസിറ്റർ കാരണം ഒരു കപ്പാസിറ്റി ഇഫക്റ്റ് ഉണ്ടായി. ഇത് രണ്ടും they will contribute as a resonant circuit. Okay, and ഒരു particular frequency whereas f0 is known as resonant frequency. ആ ഒരു ഫ്രീക്വൻസി കഴിയുമ്പോൾ, അതായത് ഒരു ഇൻഡക്റ്റീവ് ഇഫക്റ്റും കപ്പാസിറ്റീവ് ഇഫക്റ്റും കാരണം it will develop a resonant circuit, and that resonant circuit will contribute a particular frequency beyond which frequency response അത് ഡിസ്റ്റോർട്ടഡ് ആയി മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ഒരു സ്പെസിഫൈഡ് ഫ്രീക്വൻസി, ഫോർ എക്സാമ്പിൾ ദിസ് റെസണന്റ് ഫ്രീക്വൻസിക്ക് ശേഷം ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ഓപ്പറേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ഓപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ വിൽ ബി ഓപ്പറേറ്റിംഗ് ഫോർ ലോ ഫ്രീക്വൻസി റേഞ്ച്, മിഡ് ഫ്രീക്വൻസി റേഞ്ച്. ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഇത് ഫെയിൽ ആവും ഡ്യൂ ടു ദ റെസനേറ്റിംഗ് ഇഫക്റ്റ്. ഓക്കെ, അതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വി വിൽ ബി യൂസിങ് ഇറ്റ് ഫോർ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി റേഞ്ച്. അതായത് റേഡിയോ ടെലിവിഷൻ സർക്യൂട്ടിലൊക്കെ ഒരു മീഡിയം ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് ഡ്രോ ദ സർക്യൂട്ട് പ്രോപ്പർലി, ദെൻ എക്സ്പ്ലനേഷൻ എഴുതണം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അഡ്വാൻറ്റേജുകൾ എഴുതണം, ഡിസഡ്വാൻറ്റേജ് എഴുതണം, ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, യെസ്. നൗ ലാസ്റ്റ് വൺ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ് ഡയറക്റ്റ് കപ്പിൾഡ് ആകുമ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റർ വേണമെന്നില്ല, അത് വരച്ചാലും കുഴപ്പമില്ല ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും. പക്ഷേ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ ഡോണ്ട് ഡ്രോ ദ കപ്ലിംഗ് കപ്പാസിറ്റർ. ഇനി ഇത് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ പവർ സപ്ലൈ ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഈ പോയിന്റും നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് യു ഷോ ഇറ്റ് ആസ് എ സിംഗിൾ പവർ സപ്ലൈ. ഓക്കെ ആണല്ലോ. ഇനി ഡയറക്റ്റ് കപ്ലിംഗ് ഞാൻ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നൽസിനാണ്. ഇൻപുട്ട് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ വിൽ ബി അപ്ലൈയിങ് അല്ലെങ്കിൽ വിൽ ബി സെലക്ടിങ് ഡയറക്റ്റ് കപ്ലിംഗ്. അതായത് ഒരു 10 ഹെഡ്സ് ഒക്കെ വരെ മാക്സിമം നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് ചൂസ് ചെയ്യുന്നു. 10 ഹെഡ്സ്. ഓക്കെ, ദെൻ സി ദിസ് ഇസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ഡയറക്റ്റ് കപ്പിൾ. അപ്പോൾ ഡയറക്റ്റ് കപ്പിൾ ഓൾമോസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മീഡിയം റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുക. ഒരു മീഡിയം ഫ്രീക്വൻസി റെസ്പോൺസ് ഈ ഒരു കേസിലായിരിക്കും വരിക. ഫ്രീക്വൻസി നമ്മൾ കൂട്ടും തോറും അത് ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. ഫ്രീക്വൻസി റെസ്പോൺസ് ഗെയിൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? സർക്യൂട്ട് സിമ്പിൾ ആണ്, പക്ഷേ ഇറ്റ് വിൽ നോട്ട് പ്രൊവൈഡ് ഇംപിഡൻസ് മാച്ചിങ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് പ്രോപ്പർ സ്റ്റെബിലിറ്റി. ഓക്കെ, പുവർ സ്റ്റെബിലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസും മോശമായിരിക്കും. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് ഞാൻ ഷെയർ ചെയ്യാം, ഇത് പഠിക്കണം. 3rd മൊഡ്യൂളിൽ നിന്ന് യു വിൽ ബി ഗെറ്റിംഗ് ഒന്നില്ലെങ്കിൽ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഫ്രം എനി ഓഫ് ദിസ്, അതായത് ആർ സി കപ്പിൾഡ്, ഡയറക്റ്റ് കപ്പിൾഡ്, ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ഈ മൂന്നിൽ നിന്നും ഏതെങ്കിലും ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, നൗ
ലെറ്റ് us മൂവ് ഓൺ ടു ദ പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. ഇങ്ങനെയായിരിക്കും എൻ്റെ ക്വസ്റ്റ്യൻ വരിക. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന് സി ഗിവൺ എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കൺസിസ്റ്റിംഗ് ഓഫ് 3 സ്റ്റേജസ്. 3 സ്റ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റേജിന്റെയും ഗെയിൻ തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഗെയിൻ ഓഫ് സ്റ്റേജ് ആർ 30, 50, 80. ഡിറ്റർമിൻ ദ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഡെസിബലിലാണ്. ഇതുപോലെ നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഗെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും ഡെസിബലിലായിരിക്കും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് 2 മിനിറ്റ് ടൈം തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ നോക്കാതെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സൊല്യൂഷൻ നോക്കാതെ ഒന്ന് ചെയ്തു. ഓക്കെ ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അപ്പൊ ഗെയിൻ തന്നിട്ടുണ്ട്. ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഇറ്റ് വിൽ നോട്ട് ബി ഹാവിംഗ് യൂണിറ്റ്. പക്ഷേ വി വിൽ ബി കൺവേർട്ടിംഗ് അവർ ഗെയിൻ ഇൻ ടേംസ് ഓഫ് ഡെസിബിൾ. ഡെസിബിളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഓരോ വാല്യൂസിനെയും യു ഫസ്റ്റ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡെസിബിൾ. 30, 50, 80 എല്ലാത്തിനെയും എന്ത് ചെയ്യുക, ഡെസിബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഡെസിബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം എന്ത് ചെയ്യുക, 20 ലോഗ് ഗെയിൻ അതാണ് ഡെസിബിളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ you can convert 20 log 30. 20 log 30. എത്ര കിട്ടും? 29.54. Second one you convert. എന്ത് വരും? 20 log 15. Okay, 33.99. Then third one 20 log 80. What will be the value? 38.86. Okay, അപ്പോൾ ഓവറോൾ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? A is equal to A1 multiplied by A2 multiplied by A3. ശരിയല്ലേ? പക്ഷേ സി if you are converting it into in terms of log, okay, log A multiplied by log B എന്താ? log A plus log B. ശരിയല്ലേ? So what will be the final answer? Final answer log A1 plus log A2 plus log A3. So final answer will be 101.89. ഓക്കെ ആണല്ലോ. ചിലര് 30 പ്ലസ് 50 പ്ലസ് 80 ചെയ്തു വെക്കും. അത് തെറ്റാണ്. കാരണം സാധാരണ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഗെയിൻ സി ഗെയിൻ ടോട്ടൽ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ഇത് ഡെസിബിളിലേക്ക് കൺവേർട്ട് ചെയ്യാത്ത കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, A1 മൾട്ടിപ്ലൈഡ് ബൈ A2 ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി ലോഗരിതം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ലോഗ് എ മൾട്ടിപ്ലൈഡ് ബൈ ബി, അങ്ങനെയാണെങ്കിൽ എന്തെടുക്കണം, സം എടുക്കണം അല്ലേ. ലോഗ് A1 സോറി ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി ഉണ്ടോ. ലോഗ് എ മൾട്ടിപ്ലൈഡ് ബൈ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. അതുകൊണ്ടാണ് എന്ത് വന്നത്, സം വന്നത്. ക്ലിയർ ആണല്ലോ. അല്ലാതെ 30 പ്ലസ് 50 പ്ലസ് 80 ചെയ്ത് വെക്കരുത്. ഫസ്റ്റ് യു ഹാവ് ടു കൺവേർട്ട് ദ റിക്വയർഡ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് ഡെസിബൽ.
ഡെസിബലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓരോന്നിൻ്റെയും 20 ലോഗ് എടുത്തിട്ട് ഡെസിബലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം യു ആഡ് ഈച്ച് ഗെയിൻ. ക്ലിയർ ആണോ ഫസ്റ്റ് പ്രോബ്ലം? ഓക്കെ ആണോ? ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. നമുക്കൊരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ ഓക്കെ. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സെക്കൻഡ് പ്രോബ്ലം. See, find the overall voltage gain of the two-stage amplifier. Two-stage amplifier ആണ്. If each stage is having R input 1 kilo ohms, RC equal to 2.4 kilo ohms, beta is equal to 60. അപ്പോൾ നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? റെസിസ്റ്റൻസ് പാരാമീറ്റർ തന്നിട്ടുണ്ട്, ബീറ്റ പാരാമീറ്റർ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഗെയിൻ കണ്ടുപിടിക്കാൻ ഒന്നുമില്ലെങ്കിൽ എനിക്ക് രണ്ട് പാരാമീറ്റർ ആണ് അറിയേണ്ടത്. ഏതാ? ഇൻപുട്ടും അറിയണം, ഔട്ട്പുട്ടും അറിയണം. V0 by Vin ആണ് ഗെയിൻ. ഓക്കെ, ബട്ട് വി ആർ നോട്ട് ഗിവൺ എനി ഓഫ് ദ വാല്യൂസ്. V0 തന്നിട്ടില്ല, Vin തന്നിട്ടുണ്ട്. നമുക്ക് ആകെ എന്ത് തന്നിട്ടുള്ളൂ? ആ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി യു ക്യാൻ കാൽക്കുലേറ്റ്, ഓക്കെ, അപ്രോക്സിമേറ്റ്ലി യു ക്യാൻ കാൽക്കുലേറ്റ് യുവർ ഗെയിൻ ആസ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ മൾട്ടിപ്ലൈഡ് ബൈ യുവർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. വോൾട്ടേജ് തന്നിട്ടില്ല, അതുകൊണ്ട് ഔട്ട്പുട്ടിന്റെ റെസിസ്റ്റൻസിന്റെയും ഇൻപുട്ടിന്റെ റെസിസ്റ്റൻസിന്റെയും റേഷ്യോ എടുക്കുക, അതിനെ ബീറ്റ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ഗെയിൻ. ക്ലിയർ ആണല്ലോ? റെസിസ്റ്റൻസിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസും തമ്മിൽ റേഷ്യോ എടുക്കുക, ജസ്റ്റ് യു മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ. സി, ഇത് ശരിക്കും പറഞ്ഞാൽ കോമൺ സെൻസ് ആണ്. ഓക്കെ, ഇത് സെപ്പറേറ്റ് ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഗെയിൻ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ആ ഒരു പാരാമീറ്റർ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെയും ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെയും റേഷ്യോ എടുത്തിട്ട് ഗെയിൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ യു വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ ഫോർ വാട്ട്? ഗെയിൻ. ഇതിന്റെ ഐഡിയ എത്രയേ ഉള്ളൂ. ഈ സംശയമുള്ളവർ ഒരു പ്രാവശ്യം നോക്കുക. ബീറ്റ എന്ന് പറയുന്നത് എന്താ? കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണല്ലോ. ഓക്കെ, സംശയമുള്ളവർ നോക്കുക. ആ ഇക്വേഷൻ വന്നത് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നോക്കുക. സി, നമ്മുടെ ഇക്വേഷൻ എന്താ? ബീറ്റ മൾട്ടിപ്ലൈഡ് ബൈ ആർ സി ബൈ ആർ ഇൻ ആണ് ഞാൻ എഴുതിയ ഇക്വേഷൻ. ശരിയല്ലേ? ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ശരിയല്ലേ? ഓക്കെ, ദിസ് വൺ മൾട്ടിപ്ലൈഡ് ബൈ ആർ സി ഡിവൈഡഡ് ബൈ ആർ ഇൻ. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇതെന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ്. ശരിയായില്ലേ? ഗെയിൻ ആയില്ലേ? ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, ഗെയിൻ. ശരിയല്ലേ? ഓക്കെ, യെസ്. സോ യു ക്യാൻ അപ്രോക്സിമേറ്റ്ലി ടേക്ക് ദിസ് വൺ. സി, A1 is equal to, അല്ലെങ്കിൽ ഗെയിൻ is equal to beta into RC by R in. Clear? Okay, so you will be getting 144 വാല്യൂ കിട്ടി. ഈ 144 വാല്യൂ വെച്ചിട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി മാർക്കേ കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? പകുതി മാർക്കേ കിട്ടുള്ളൂ. കാരണം എന്താ? കാരണം ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് എ 2-stage ആംപ്ലിഫയർ. ഓക്കെ, അപ്പൊ എന്താ ഇതിന്റെ മീനിങ്? 2 സ്റ്റേജ് ഉണ്ട് അല്ലേ? നമ്മൾ ഒരു സ്റ്റേജിന്റെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ, 144. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കൺവേർട്ട് ദിസ് ഇൻടു ഡെസിബൽ. ഓക്കെ, ഡെസിബലിൽ കൺവേർട്ട് 20 ലോഗ് 144 കിട്ടും, 43.14 കിട്ടും. 2 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. സോ 43.17 പ്ലസ് 43.17. സോ ടോട്ടൽ വിൽ ബി 86.34 ഡെസിബൽ. കണ്ടോ? 86.34
2.34 decibel. Clear? Okay. Overall gain of two-stage amplifier will be equal to 86.34. Okay ആണല്ലോ. ഇനി സാധാരണ സ്റ്റുഡൻസ് വരുത്തുന്ന മിസ്റ്റേക്ക് 144 വരെ കണ്ടുപിടിച്ച് വയ്ക്കും കേട്ടോ. 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ പകുതി 2.5 മാർക്ക് കിട്ടുള്ളൂ. അടുത്തത് 144 ചെയ്തിട്ട് 144 പ്ലസ് 144 ചെയ്ത് വയ്ക്കും 288. ആ 288 കിട്ടിക്കഴിഞ്ഞാലും പകുതി മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഗെയിൻ കിട്ടിക്കഴിഞ്ഞ ശേഷം പ്രോപ്പർ ആയിട്ട് അതിനെ ഡെസിബിളിലേക്ക് കൺവേർട്ട് ചെയ്ത് എത്ര സ്റ്റേജ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയും പ്രാവശ്യം അത് ആഡ് ചെയ്ത് വെക്കണം, എന്നാലേ കറക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ ഡോക്യുമെന്റ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്ത് നോക്കാം കേട്ടോ. ഇതേ പാറ്റേണിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വരും കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, 12:15 ആവാറായി. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്യുക അടുത്ത ക്ലാസ്സിലേക്ക്. എല്ലാവരും ഒരു ബുക്കിലേക്ക്, നിങ്ങളുടെ അനലോഗിൻ്റെ നോട്ട്ബുക്കിലേക്ക് യു റൈറ്റ് ഡൗൺ, ടേക്ക് ഡൗൺ ദിസ് നോട്ട്സ്, ദിസ് ക്വസ്റ്റ്യൻ. RC കപ്പിൾഡ് 2-സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. വാല്യൂ തന്നിട്ടുണ്ട്, R1 തന്നിട്ടുണ്ട് 2 കിലോ ഓംസ്, RC തന്നിട്ടുണ്ട് 1.5 കിലോ ഓംസ്, ആൻഡ് ബീറ്റ ഈസ് ഓൾസോ ഗിവൺ 100. Okay, you have to determine voltage gain of the first stage, voltage gain of the second stage, and overall voltage gain. Okay, overall voltage gain. Yes, overall voltage gain. another പറയാൻ question. two-stage RC coupled amplifier ആണ്. R1 2 kilo ohm, RC 1.5 kilo ohms, beta 100. Find out or determine the voltage gain of the first, second, and overall voltage gain. Okay ആണല്ലോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങളത് ചെയ്ത് നോക്കുക, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. എക്സാമിന് വരുമ്പോൾ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് ഇരുന്ന് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ഐഡിയ തന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് യുവർ സെക്കൻഡ് ടോപ്പിക്, തേർഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ടോപ്പിക്, പവർ ആംപ്ലിഫയർ. പവർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതൊരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിരുന്നു. വോൾട്ടേജ് ആംപ്ലിഫയർ മീൻസ് വാട്ട്? ഇൻപുട്ടിൽ നിങ്ങൾക്ക് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് വെച്ചിട്ട് ഔട്ട്പുട്ടിലേക്ക് വോൾട്ടേജ് വിൽ ബി ആംപ്ലിഫൈ. ഓക്കെ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ എടുക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ മൈക്കിലൂടെ സംസാരിക്കുകയാണ്. ഓക്കെ, ഒരു ലൗഡ് സ്പീക്കർ മൈക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. അപ്പോൾ ആദ്യം എന്തായിരിക്കും? എൻ്റെ ഒരു മൈക്ക് ഉണ്ടാവും, ശരിയല്ലേ? ഒരു മൈക്ക്. ഈ മൈക്കിനകത്ത്, മൈക്കിലൂടെ ഞാൻ പറയുന്ന എൻ്റെ സൗണ്ട് സിഗ്നലിനെ ഈ മൈക്ക് ക്യാപ്ചർ ചെയ്യും. ഓക്കെ ആണല്ലോ, ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് ആയിരിക്കും. ഒരു ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ്. ഈ ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് എന്താ ചെയ്യുക? ഈ സൗണ്ട് സിഗ്നലിനെ കൺവേർട്ട് ഇറ്റ് ഇൻ ടു സ്മോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഒരു സ്മോൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ ഒരു ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൈക്കിന്റെ ഔട്ട്പുട്ട് ഒരു കേബിൾ വഴി ആദ്യം കയറുന്നത് ഒരു യൂണിറ്റിലേക്കായിരിക്കും, ഒരു വലിയ ബോക്സിലേക്ക്. ആ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു സാധാരണ നമ്മുടെ
എന്ത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. കോമൺ എമിറ്റർ ആംപ്ലിഫയർ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്താ കോമൺ എമിറ്റർ കോമൺ ആക്കി വെച്ചുകൊണ്ട് ഒരു ബയാസിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള സർക്യൂട്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ശരിയല്ലേ? R1 R2 ഉള്ള ബയാസിംഗ് ഉള്ള കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഈ യൂണിറ്റ് ആയിരിക്കും ദിസ് യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് യൂണിറ്റ് വിൽ കോൾ ഇറ്റ് ആസ് ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ, VA. ഓക്കെ ആണല്ലോ, വോൾട്ടേജ് ആംപ്ലിഫയർ. അപ്പൊ ആദ്യം മൈക്കിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ സൗണ്ട് സിഗ്നൽ എടുത്തു. ആ സൗണ്ട് സിഗ്നൽ പ്രോപ്പറായിട്ട് മൈക്കിലൂടെ വന്നു, ട്രാൻസ്ഡ്യൂസറിലേക്ക് വന്നു. ട്രാൻസ്ഡ്യൂസർ അതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു, ഈ ആംപ്ലിഫയർ സ്റ്റേജിലേക്ക് വന്നു. ഇനി ഇതൊരു ഗെയിൻ പ്രൊവൈഡ് ചെയ്യും. ആ ഗെയിൻ ഇറ്റ് വിൽ നോട്ട് ബി സഫീഷ്യൻറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതേ യൂണിറ്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. വോൾട്ടേജ് ആംപ്ലിഫയർ റിപ്പീറ്റ് ചെയ്യും, ശരിയല്ലേ? എന്തിന്? റിക്വയർഡ് ഗെയിൻ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, വീണ്ടും ഞാൻ ഗെയിൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേ യൂണിറ്റ് തന്നെ ക്ലബ് ചെയ്യും, വോൾട്ടേജ് ആംപ്ലിഫയർ യൂണിറ്റ് ക്ലബ് ചെയ്യും. സോ ഇതിൻ്റെ ഈ ടോട്ടലായിട്ട് ഇതെന്തായി? ദിസ് ബിക്കംസ് എ മൾട്ടി സ്റ്റേജ് വോൾട്ടേജ് ആംപ്ലിഫയർ. ഇനി നമുക്കറിയാം, എൻ്റെ ഈ പറയുന്ന സൗണ്ട് സിഗ്നൽ ഏത് വഴി പുറത്തേക്ക് വരണം? ഒരു ലൗഡ് സ്പീക്കർ വഴി പുറത്തേക്ക് വരണം. ലൗഡ് സ്പീക്കർ വഴി പുറത്തേക്ക് വരണം. Let us see, take this is a loudspeaker. ഈ ലൗഡ് സ്പീക്കറിന് ദിസ് വിൽ ബി ഹാവിങ് എ പവർ റേറ്റിംഗ്, ശരിയല്ലേ? ഇതിനൊരു വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവും, റിക്വയർഡ് ആയിട്ടുള്ള കറണ്ട് റേറ്റിംഗ് ഉണ്ടാവും. ഇത് കൊടുത്താലേ എന്ത് വർക്ക് ചെയ്യുള്ളൂ? ഈ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്കറിയാം, വോൾട്ടേജ് ആംപ്ലിഫയർ വഴി പ്രോപ്പറായിട്ട് എൻ്റെ വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്തു. പക്ഷേ റിക്വയർഡ് ആയിട്ടുള്ള പവർ, അതായത് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട് ആണ് പവർ. ഓക്കെ ആണല്ലോ? സോ ഈ പവർ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ ഈ ലൗഡ് സ്പീക്കർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ ഫൈനൽ സ്റ്റേജ് ഓഫ് എ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം വിൽ ബി എ പവർ ആംപ്ലിഫയർ. ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതായത് നമുക്കൊരു ആപ്ലിക്കേഷന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോഡായിരിക്കും. ഇതാണ് എൻ്റെ ലോഡ്, ലൗഡ് സ്പീക്കർ. ഈ ലോഡിന് ഒരു റിക്വയർഡ് ആയിട്ടുള്ള പവർ നിങ്ങൾ പ്രൊഡ്യൂസ് കൊടുത്താലേ ഈ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ആ ലോഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ? വോൾട്ടേജും ആംപ്ലിഫൈ ചെയ്യണം, പ്രോപ്പറായിട്ട് കറണ്ടും ആംപ്ലിഫൈ ചെയ്യണം, എന്നാലേ റിക്വയർഡ് ആയിട്ടുള്ള പവർ ഇതിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വിൽ ബി ഡീലിംഗ് വിത്ത് പവർ ആംപ്ലിഫയർ. ക്ലിയർ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ ബി ഡീലിംഗ് വിത്ത് പവർ ആംപ്ലിഫയർ. ഇതുവരെ ഈ പറഞ്ഞ ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ് പവർ ആംപ്ലിഫയറിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ. സോ ചാറ്റ് ബോക്സിൽ പേരിടാത്തവരിടുക. ബാക്കി പവർ ആംപ്ലിഫയർ എന്ന ടോപ്പിക് വിൽ ബി സ്റ്റാർട്ടിങ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.